ഹലോ ഗായ്സ്, ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് ഇന്നൊരു കല്യാണത്തിനാണ്. കല്യാണത്തിന് പോകുന്നത് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ബിരിയാണി കഴിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതായിരിക്കും. അവിടെ എത്തിയപ്പോഴേക്കും എൻ്റെ ചുരുണ്ട മുടി ഒന്നുകൂടി ചുരുണ്ട് കാരിപ്പോയി. പിന്നെ ഫോണിൽ നോക്കി എൻ്റെ ചുരുണ്ട മുടി നിവർത്തി കൊടുക്കുകയാണ് ഗൈസ്. എന്തിനാണെന്ന് അറിയില്ല, ഒരു കിളിപോയ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ ദേവൂസ്. ചിലപ്പോഴൊക്കെ ഇവന്റെ സ്ഥായി ഭാവമാണിത്. അങ്ങനെ പറഞ്ഞ് കല്യാണ വീട്ടിന്റെ വാതിക്കലെത്തി. ഇത് അമ്മേന്റെ അടുത്ത കുടുംബത്തിലുള്ള ഒരു കല്യാണമാണ് കേട്ടോ. പക്ഷെ പേഴ്സണലി എനിക്ക് ഇവരെ ആരെയും അറിയില്ല. കല്യാണ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് ചോദിച്ചത് പെണ്ണിൻ്റെ ആണോ ആണിൻ്റെ ആണോ കല്യാണം എന്നാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മനസ്സിലാവില്ല. ചില കുട്ടികൾ നല്ലോണം ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരുടെ കല്യാണമാണെന്ന്. കല്യാണ വീട്ടിൻ്റെ അകത്ത് കയറിയപ്പോൾ ഞാനൊരു മിറർ കണ്ടു. പിന്നെ അവിടുന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തു. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ഒരാളെയും എനിക്കറിയില്ല. അതിനിടയിൽ അമ്മ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള അവസ്ഥ നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെന്ന് കയറിയപ്പോൾ തൊട്ട് ഞാൻ അമ്മയോട് പറയായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാം എന്ന്. അങ്ങനെ അവസാനം ഞങ്ങൾ ബിരിയാണീൻ്റെ അടുത്തെത്തി കേട്ടോ. വിശന്നിട്ടാണോ എന്നറിയില്ല, നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ ബിരിയാണിയിലേക്കായിരുന്നു. പിന്നെ തിരിഞ്ഞും പറഞ്ഞ് നോക്കാതെ ഞങ്ങളത് കഴിച്ചു തീർത്തു. ചില സമയങ്ങളിലെല്ലാം എന്താണെന്നറിയില്ല, ബിരിയാണിക്കൊക്കെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കാലമായിട്ട് വെയിറ്റ് കുറക്കണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ഈ കല്യാണ സീസണൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങാം. റീനേച്ചിൻ്റെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഞങ്ങൾ കല്യാണം വീട്ടിൽ പോയത്. ഇത് അമ്മേൻ്റെ സ്വന്തം അനിയത്തിയാണ് കേട്ടോ. പട്ട് സാരിയും എടുത്ത് ഓട്ടോ ഓടിക്കുന്ന ഒരാളെ ഞാനിതുവരെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. വരുന്ന വഴിക്ക് അമ്മ ഐസ്ക്രീമുമായി തന്നു. അതും കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു.